നമസ്കാരം. ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഒറ്റനോട്ടത്തിൽ കാണാം. തലക്കെട്ടുകളിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി. നൂർഖാൻ അടക്കം പാകിസ്ഥാനിലെ വ്യോമത്താവളങ്ങൾ തകർത്തത് ബ്രഹ്മോസ് ഉപയോഗിച്ച്. കണ്ടത് ട്രെയിലർ മാത്രമെന്നും രാജ്നാഥ് സിംഗ്. ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ वो सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा, तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി. പഹൽഗാം ആക്രമണത്തിലെ പാക് പങ്കിന് തെളിവ് യുഎന്നിന് കൈമാറി ഇന്ത്യ. ടിആർഎഫിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യം. തുർക്കിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ ഇന്ത്യ പുതിയ അംബാസിഡറെ അംഗീകരിക്കുന്ന ചടങ്ങ് അനിശ്ചിതകാലത്തേക്ക് മാറ്റി. വ്യോമയാന രംഗത്തും സിനിമാ ഷൂട്ടിംഗിലും നിയന്ത്രണം. രണ്ടാം ദിവസവും ബിജെപിയെ പുകഴ്ത്തി പി ചിദംബരം. ബിജെപി ശക്തമായ പാർട്ടി. ഇന്ത്യ സഖ്യത്തിൽ കക്ഷികൾ തമ്മിൽ ഒരുമയില്ലെന്നും കോൺഗ്രസ് നേതാവ്. ചിദംബരത്തെ തള്ളി എം.കെ. സ്റ്റാലിൻ. വിദേശ രാജ്യങ്ങളിലേക്കുള്ള എംപിമാരുടെ സംഘത്തെ നയിക്കാൻ ശശി തരൂർ. വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ പോലീസ് കേസ്. നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെ കേസെടുത്തത് ആലപ്പുഴ സൌത്ത് പോലീസ്. ജനപ്രാതിനിധ്യ നിയമത്തിലെ വകുപ്പുകൾ ചുമത്തി. സുധാകരനെ തള്ളി സിപിഎം സംസ്ഥാന സെക്രട്ടറി. നിയമ നടപടിക്ക് പാർട്ടി പിന്തുണ ഉണ്ടാവില്ല. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഡ്വക്കേറ്റ് ബെയിലിൻ ദാസ് റിമാൻഡിൽ. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അഡ്വക്കേറ്റ് ശ്യാമിലി തന്നെയാണ് മർദ്ദിച്ചതെന്നും കണ്ണട അടിച്ചുപൊട്ടിച്ചെന്നും വാദത്തിനിടെ ബെയിലിൻ ദാസ്. ഒളിത്താവളം ഒരുക്കിയവരെ തേടിയും പോലീസ്. കാളികാവിലെ കടുവയെ പിടിക്കാൻ ശ്രമം തുടരുന്നു. 3 സംഘങ്ങളായി തെരച്ചിൽ. കുങ്കിയാന, കുഞ്ചു സ്ഥലത്ത് കോന്നി സുരേന്ദ്രനും എത്തും. കടുവയുടെ ആക്രമണത്തിൽ മരിച്ച ഗഫൂറിന്റെ കഴുത്തിലേറ്റത് ആഴത്തിലുള്ള മുറിവ്. ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയതിൽ ജനീഷ് കുമാർ എംഎൽഎക്കെതിരെ വനം വകുപ്പ്. വനപാലകർക്ക് വീഴ്ചയില്ലെന്നും ഫോറസ്റ്റ് ചീഫ് കൺസർവേറ്ററുടെ റിപ്പോർട്ട്. ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനം വകുപ്പ് വാദം പൊളിയുന്നു. വനം വകുപ്പിനെതിരെ സിപിഎം. ഓപ്പറേഷൻ സിന്ദൂറിൽ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചെന്ന് സ്ഥിരീകരിച്ച് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ അംഗീകരിച്ചെന്നും ഇപ്പോൾ കണ്ടത് ട്രെയിലർ മാത്രമെന്നും പ്രതിരോധ മന്ത്രി മുന്നറിയിപ്പ് നൽകി. റാവൽപിണ്ടിയിലെ നൂർഖാൻ അടക്കം പാകിസ്ഥാനിലെ വ്യോമസേനാ താവളങ്ങൾ തകർത്തത് ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ചാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ സ്ഥിരീകരണമുണ്ടായിരുന്നില്ല. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തുകയാണ്. ഇന്ത്യൻ നിർമ്മിത മിസൈലായ ബ്രഹ്മോസിന്റെ ശക്തി പാകിസ്ഥാൻ അംഗീകരിച്ചു. ബ്രഹ്മോസിലൂടെ പാകിസ്ഥാനിൽ രാത്രി സൂര്യൻ ഉദിച്ചെന്നും ഗുജറാത്തിലെ ഭുജിലെ വ്യോമസേനാ താവളത്തിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് രാജ്നാഥ് സിംഗ് പറഞ്ഞു. ब्रह्मोस मिसाइल की ताकत को तो पाकिस्तान ने खुद स्वीकार कर लिया है. हमारे देश में कहावत काफी पुरानी है और वह है दिन में तारे दिखना. मगर भारत में बनी ब्रह्मोस मिसाइल ने पाकिस्तान को रात के अंधेरे में दिन का उजाला दिखा दिया है. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ പ്രതിരോധ മന്ത്രി ഇതുവരെ കണ്ടതെല്ലാം ട്രെയിലർ മാത്രമെന്നും വിശദീകരിച്ചു. ഉചിതമായ സമയമാകുമ്പോൾ മുഴുവൻ ചിത്രവും ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കും. പാകിസ്ഥാൻ ഇപ്പോൾ നിരീക്ഷണ കാലയളവിലാണ്. പെരുമാറ്റം മെച്ചപ്പെട്ടാൽ അംഗീകരിക്കുമെന്നും അല്ലാത്തപക്ഷം കനത്ത ശിക്ഷ നൽകുമെന്നും പ്രതിരോധ മന്ത്രിയുടെ മുന്നറിയിപ്പ്. साथियों, ऑपरेशन सिंदूर ने यह स्पष्ट संदेश दे दिया है कि हमने शांति के लिए जितना अपना दिल खोल कर रखा है, शांति को नष्ट करने वालों के विरुद्ध उतना ही अपना हाथ भी खोल कर रखा है. साथियों, एक और बात मैं यहां साफ कहना चाहूंगा कि ऑपरेशन सिंदूर अभी खत्म नहीं हुआ है. जो कुछ भी हुआ है वह सिर्फ एक ट्रेलर मात्र था. अब जब समय आएगा, जब भी सही समय आएगा, तो हम पूरी पिक्चर भी दुनिया को दिखाएंगे. ശ്രീനഗറിലെ വ്യോമസേനാ താവളത്തിൽ ഇന്നലെ സൈനികരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രതിരോധ മന്ത്രി ഭുജിലെത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18.
ഓപ്പറേഷൻ സിന്ദൂറിൽ സൈന്യത്തിന്റെ കരുത്തറിഞ്ഞതിന് പിന്നാലെ ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് തയ്യാറെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ്. എന്നാൽ ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന നിലപാടിലാണ് ഇന്ത്യ. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ എംപിമാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ട 8 സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. അതിനിടെ ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് സമീപം നിലയുറപ്പിച്ച ചൈനീസ് ചാരക്കപ്പൽ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷവും സിന്ധു നദീജല കരാറിലടക്കം ശക്തമായ നിലപാടുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പാക് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. പാക് പഞ്ചാബിലെ കമ്ര വ്യോമസേനാ താവളത്തിലെ സന്ദർശനത്തിനിടെയാണ് ഇന്ത്യയുമായി ചർച്ചയ്ക്ക് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സന്നദ്ധത അറിയിച്ചത്. സമാധാനത്തിനുള്ള വ്യവസ്ഥകളിൽ കശ്മീർ ഉൾപ്പെടുമെന്നും പാക് പ്രധാനമന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ വ്യക്തമാക്കിയതാണ്. പാക് അധിനിവേശ കശ്മീർ, ഭീകരവാദം എന്നിവയിൽ മാത്രമായിരിക്കും ചർച്ചയെന്ന് മോദി പറഞ്ഞിരുന്നു. ഭീകരവാദത്തെക്കുറിച്ച് മാത്രമേ ചർച്ചയുള്ളൂവെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അറിയിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരെ പാകിസ്ഥാൻ നിലപാടെടുക്കാതെ സിന്ധു നദീജല കരാറിൽ പുനരാലോചനയ്ക്കില്ല എന്നാണ് ഇന്ത്യയുടെ നിലപാട്. The Indus Waters Treaty is held in abeyance and will be continued to be held in abeyance until cross-border terrorism by Pakistan is credibly and irrevocably stopped. നിലവിൽ DGMO തലത്തിലുള്ള ചർച്ച മാത്രമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ളത്. മെയ് 10 വെടിനിർത്തൽ ധാരണയിലെത്തിയതിനു ശേഷം മെയ് 12 മെയ് 14 DGMOമാർ ചർച്ച നടത്തിയിരുന്നു. അതിർത്തിയിൽ ആത്മവിശ്വാസം ഉയർത്താനുള്ള നടപടികൾ തുടരാനാണ് ചർച്ചകളിൽ ധാരണയായത്. ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്തുമെന്ന് പാകിസ്ഥാൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യം ഇന്ത്യ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം തുടരുകയാണ്. എംപിമാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ട 8 സംഘങ്ങൾ UK, US, UAE, ഖത്തർ, ദക്ഷിണാഫ്രിക്ക എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഈ മാസം 22 മുതലാണ് സന്ദർശനം. കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് ഒരു സംഘത്തെ നയിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ സമുദ്രാതിർത്തിക്ക് സമീപം ചൈനീസ് ചാരക്കപ്പലിന്റെ സാന്നിധ്യം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ശ്രീലങ്കയുടെ തെക്ക് ഭാഗത്തായി നിലയുറപ്പിച്ച കപ്പൽ ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. തുർക്കിക്കെതിരെ കൂടുതൽ കടുത്ത നിലപാടുമായി കേന്ദ്രം. വിവിധ മേഖലയിൽ തുർക്കിയുമായി ഉണ്ടായിരുന്ന സഹകരണം പൂർണ്ണമായി അവസാനിപ്പിക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. ഇന്ന് നടക്കേണ്ടിയിരുന്ന തുർക്കി നയതന്ത്ര പ്രതിനിധിയെ അംഗീകരിക്കേണ്ട ചടങ്ങ് മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ടർക്കിഷ് എയർപോർട്ട് സർവീസ് കമ്പനിക്ക് പ്രവർത്തന വിലക്ക് ഏർപ്പെടുത്തിയതിനു പുറമെ വിവിധ മേഖലയിൽ തുർക്കിയുമായുള്ള സഹകരണത്തിന് അപ്രഖ്യാപിത വിലക്കും നിലവിൽ വന്നു കഴിഞ്ഞു. തീവ്രവാദം അവസാനിപ്പിക്കുന്നതുവരെ ഇനി പാകിസ്ഥാനുമായി സഹകരണമില്ലെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യ പാകിസ്ഥാന് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും കടുത്ത മുന്നറിയിപ്പാണ് നൽകുന്നത്. തുർക്കിയുടെ പുതിയ അംബാസിഡറായി നിയമിതനായ അലി മുറാത്ത് ഇറോസിയെ ഇന്ത്യ അംഗീകരിക്കുന്ന ചടങ്ങ് വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കേണ്ടിയിരുന്നതാണ്. എന്നാൽ ഇത് മാറ്റിവെച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കാരണം വ്യക്തമാക്കാതെയുള്ള ഈ നീക്കത്തിലൂടെ വേണ്ടിവന്നാൽ തുർക്കിയുമായുള്ള നയതന്ത്ര ബന്ധം തന്നെ അവസാനിപ്പിക്കുമെന്ന സൂചനയാണ് ഇന്ത്യ നൽകുന്നത്. ടർക്കിഷ് എയർപോർട്ട് സർവീസ് കമ്പനിയായ സെലീബിക്ക് സുരക്ഷാ ക്ലിയറൻസ് നിഷേധിച്ചതാണ് ഇന്ത്യ നടത്തിയ മറ്റൊരു കടുത്ത നീക്കം. കൊച്ചി അടക്കം 8 വിമാനത്താവളങ്ങളിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് നിർവഹിച്ചിരുന്നത് ഈ കമ്പനിയാണ്. രാജ്യത്തെ 7800 ജീവനക്കാരുള്ള ഈ കമ്പനിക്ക് പ്രവർത്തനാനുമതി നിഷേധിച്ചത് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയുമുണ്ട്. കേന്ദ്ര സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും നടത്തിയിട്ടില്ലെങ്കിലും സമൂഹ മാധ്യമങ്ങളിലടക്കം തുർക്കി ബാൻ ക്യാമ്പയിൻ സജീവമായി നടക്കുന്നു. വിദ്യാഭ്യാസ രംഗത്തെ തുർക്കിയുമായുള്ള സഹകരണം ഉപേക്ഷിക്കാൻ കഴിഞ്ഞ ദിവസം JNU, ജാമിയ മിലിയ സർവകലാശാലകൾ തീരുമാനിച്ചിരുന്നു. വ്യാപാര മേഖലയിലും അപ്രഖ്യാപിത വിലക്ക് നിലവിൽ വന്നു കഴിഞ്ഞു. ഇന്ത്യയിൽ ഏറെ പ്രിയമുള്ള തുർക്കി ആപ്പിളുകളുടെ ഇറക്കുമതി നിർത്തിവെക്കാൻ വ്യാപാരികൾ തീരുമാനിച്ചു. പ്രതിവർഷം $1000 കോടി ഡ്രൈ ഫ്രൂട്ട്സ് ആണ് തുർക്കിയിൽ നിന്നും ഇന്ത്യയിൽ എത്തിയിരുന്നത്. ഇത് പൂർണ്ണമായി നിർത്തിവെക്കുന്നതായി പൂനെ കേന്ദ്രമായ വ്യാപാരികളുടെ സംഘടന അറിയിച്ചു. വിനോദസഞ്ചാര മേഖലയിൽ തുർക്കിക്കൊപ്പം അസർബൈജാനും ഇന്ത്യയുടെ വിലക്ക് നേരിടുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ സർവീസുകൾ കൂട്ടത്തോടെയാണ് റദ്ദാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് BJP മന്ത്രി വിജയ് ഷായുടെ രാജി BJP ആവശ്യപ്പെടില്ല. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കൾ. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ വിജയ് ഷാ വിമർശിക്കാതിരുന്നത് ജാതി സംബന്ധിച്ച തെറ്റിദ്ധാരണ മൂലമാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാംഗോപാലിന്റെ പരാമർശത്തിലും വിമർശനം ശക്തമാവുകയാണ്. ഭീകരവാദികളുടെ സഹോദരി എന്ന പരാമർശം നടത്തിയ മന്ത്രി വിജയ് ഷായ്ക്ക് ഒപ്പം ഉറച്ചു നിൽക്കുകയാണ് മധ്യപ്രദേശ് സർക്കാരും BJPയും. കോടതി വിമർശനത്തോടെ വിജയ് ഷായെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കിയേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നുവെങ്കിലും
വ്യാഴാഴ്ച രാത്രി ഭോപ്പാലിൽ ചേർന്ന യോഗത്തോടെ നടപടി ഉണ്ടാകില്ലെന്ന് ഉറപ്പായി. കോടതി നിർദ്ദേശം പാലിക്കാനാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ്, BJP സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ, സംഘടനാ സെക്രട്ടറി ഹിതാനന്ദ് ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലെ ധാരണ. ഹൈക്കോടതി വിജയ് ഷായുടെ രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അതിനാൽ രാജിയുടെ ആവശ്യമില്ലെന്നും നേതാക്കൾ പറയുന്നു. खास करके मैं इस मामले में इतना ही कहना चाहूंगा कि न्यायपालिका ने जो आदेश दिया है, हमारी सरकार ने उसका यथायोग्य तरीके से पालन किया है और न्यायालय जो कहेगा हम उस हिसाब से चलते जाएंगे। इस्तीफे की मांग कर रही है कांग्रेस तो करती रहेगी। कांग्रेस सिद्धारमैया से मांग ले, उनके मुख्यमंत्री रहते हुए कांग्रेस के सारे मंत्रियों पे मुकदमे चल रहे हैं। कांग्रेस केवल बात ही कर सकती है। कांग्रेस के आचरण में केजरीवाल का साथ चुनाव में लड़कर कदम से कदम मिला के दिया। वो तो मुख्यमंत्री होते जेल में गए थे। कांग्रेस कहाँ गई थी उस समय? कांग्रेस जिस मुंह से बोल रही, कांग्रेस को तो अधिकार ही नहीं बोलने का। कांग्रेस ने जितनी बेशर्मी की हदें पार की है आज तक किसी ने नहीं की। പരാമർശത്തിന്റെ പേരിൽ മാറ്റി നിർത്തിയാൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട കോൺഗ്രസിന്റെ വിജയമായി കണക്കാക്കപ്പെടുമെന്നും നേതൃത്വം വിലയിരുത്തുന്നു. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ഷായെ മാറ്റുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായവും നേതാക്കൾക്കുണ്ട്. അതിനിടെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെ വിമർശിക്കാത്തത് ജാതി സംബന്ധിച്ച തെറ്റിദ്ധാരണ കാരണമാണെന്ന സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിന്റെ പരാമർശത്തിൽ വിമർശനം കടുക്കുകയാണ്. മൊറാദാബാദിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു രാം ഗോപാൽ യാദവിന്റെ പ്രതികരണം. മുസ്ലിം ആയതിനാലാണ് കേണൽ സോഫിയ ഖുറേഷിയെ വിമർശിച്ചത്. വ്യോമിക സിംഗും എയർ മാർഷൽ AK ഭാരതിയും പിന്നാക്ക വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. രജ്പുത് വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന് വിചാരിച്ചാണ് വിജയ് ഷാ വിമർശനം ഉന്നയിക്കാതിരുന്നതെന്നും രാം ഗോപാൽ യാദവ് പറഞ്ഞു. രാം ഗോപാൽ യാദവിനെതിരെ കടുത്ത വിമർശനവുമായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അടക്കമുള്ള നേതാക്കൾ രംഗത്ത് വന്നു. പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചുവെന്ന വിശദീകരണവുമായി രാം ഗോപാൽ യാദവും രംഗത്ത് വന്നു. നാഷണൽ ഡെസ്ക് ന്യൂസ് 18. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനയായ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി ഇന്ത്യ. TRFും ലഷ്കർ ഇ തയ്യബയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന തെളിവുകൾ ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന് കൈമാറി. ഇന്ത്യൻ പ്രതിനിധി സംഘമാണ് ഡിജിറ്റൽ രേഖകളും സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച വിവരങ്ങളും ഉൾപ്പെടുന്ന തെളിവുകൾ കൈമാറിയത്. കഴിഞ്ഞ ദിവസം UN സുരക്ഷാ സമിതി ചേർന്നപ്പോൾ TRFന്റെ പേര് പറയാതിരിക്കാൻ പാകിസ്ഥാനും ചൈനയും ശ്രദ്ധിച്ചിരുന്നു. പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് TRF എന്ന സംഘടനയുടെ പേര് പറയാതെയാണ് നേരത്തെ UN സെക്യൂരിറ്റി കൌൺസിൽ പ്രമേയം പാസാക്കിയത്. അതിനുശേഷമാണ് TRFനെ ഭീകര സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്താൻ ഇന്ത്യ നീക്കം ആരംഭിച്ചത്. ഇന്ത്യ മുന്നണിയെ വെട്ടിലാക്കിയും BJPയെ പുകഴ്ത്തിയും മുതിർന്ന കോൺഗ്രസ് നേതാവ് P ചിദംബരം. ജീർണാവസ്ഥയിലായ ഇന്ത്യ മുന്നണിയുടെ ഭാവി ആശങ്കയിലാണെന്ന് ചിദംബരം പറഞ്ഞു. BJPയെ പോലെ സംഘടനാപരമായ ശക്തമായ പാർട്ടി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ചിദംബരത്തിന്റെ പ്രസ്താവന. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ മോദി സ്തുതി നടത്തിയ ചിദംബരം പുതിയ രാഷ്ട്രീയ നീക്കത്തിന് ഒരുങ്ങുന്നുവെന്ന അഭ്യൂഹം ശക്തമാണ്. സൽമാൻ ഖുർഷിദിന്റെയും മൃത്യുഞ്ജയ് സിംഗിന്റെയും പുസ്തക പ്രകാശന ചടങ്ങിലാണ് ചിദംബരത്തിന്റെ വിവാദ പ്രസ്താവന. ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുവെന്ന് മാത്രമല്ല BJPയെ വാനോളം പുകഴ്ത്തുകയും ചെയ്തു. ഇന്ത്യ മുന്നണി ജീർണാവസ്ഥയിലാണ്. മുന്നണിയുടെ ഭാവിയിൽ ആശങ്കയുണ്ട്. NDA അതിശക്തമായ മുന്നണിയാണ്. ഇതിനെതിരെയാണ് ഇന്ത്യ മുന്നണി പോരാടാൻ ശ്രമിക്കുന്നത്. BJPയെ പോലെ ശക്തമായ പാർട്ടി ചരിത്രത്തിൽ മുമ്പ് ഉണ്ടായിട്ടില്ലെന്നും ചിദംബരത്തിന്റെ പുകഴ്ത്തൽ. In my experience and my reading of history, there has been no political party which is so formidably organized as the BJP. It's not another political party. It's a machine behind which it's a machine, and the two machines control all the machinery of India. കേന്ദ്രമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ ചിദംബരത്തിന്റെ പ്രസ്താവന ഇന്ത്യ മുന്നണിയിൽ വലിയ ആശയക്കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. ചിദംബരത്തെ തള്ളി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ രംഗത്തു വന്നു. സർ, പ ചിദംബരം ഇന്ത്യ കൂട്ടണി വീക്കായിരിക്കും ചിദംബരം അത് അവരുടെ കരുത്ത്. ചിദംബരത്തിന്റെ മോദി സ്തുതി BJP പരമാവധി ചർച്ചയാക്കുകയാണ്. ഇന്ത്യ മുന്നണിയുടെ തകർച്ച വ്യക്തമാക്കുന്നതാണ് ചിദംബരത്തിന്റെ വാക്കുകളെന്ന് BJP നേതാവ് ഷഹ്സാദ് പൂനാവാല. इंडिया अलायंस क्या है? कोई देश के लिए मिशन और विजन के लिए थोड़ी बना है. इनके पास केवल और केवल अपना अपना एम्बिशन है, अपना अपना प्रेम फॉर करप्शन और कमीशन है.
मोदी के खिलाफ ऑब्सेशन है और पॉलिटिक्स ऑफ मुस्लिम तुष्टीकरण और डिवीजन है। ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെ പുകഴ്ത്തി പി ചിദംബരം രംഗത്തെത്തിയിരുന്നു. കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം ഉയരുന്നതിനിടെ ചിദംബരം നടത്തിയ പുകഴ്ത്തൽ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു. ചിദംബരത്തിന്റെ പ്രസ്താവനയോട് പ്രധാന കോൺഗ്രസ് നേതാക്കൾ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കൂടുമാറ്റത്തിന്റെ സൂചനയാണ് ചിദംബരത്തിന്റെ BJP സ്തുതി എന്ന അഭ്യൂഹം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. പാകിസ്ഥാനെതിരായ സംഘർഷത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാൻ ഇന്ത്യയുടെ നിർണായക നീക്കം. എംപിമാരും സർക്കാർ പ്രതിനിധികളും ഉൾപ്പെട്ട 8 സംഘങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തും. 6 എംപിമാരും ഒരു സർക്കാർ പ്രതിനിധിയും ഉൾപ്പെടുന്ന 8 സംഘങ്ങളാണ് സന്ദർശനം നടത്തുക. കോൺഗ്രസ് നേതാവ് ശശി തരൂരാണ് ഒരു സംഘത്തെ നയിക്കുക. ഭരണ പ്രതിപക്ഷത്ത് നിന്നുള്ള എംപിമാരാണ് സംഘത്തിൽ. UK, US, UAE, ഖത്തർ, സൌത്ത് ആഫ്രിക്ക എന്നീ രാജ്യങ്ങളിൽ ഈ മാസം 22 മുതൽ സന്ദർശന പരിപാടി ആരംഭിക്കും. ജൂനിയർ അഭിഭാഷകയെ മർദ്ദിച്ച അഭിഭാഷകൻ ബെയ്ലിൻ ദാസ് റിമാൻഡിൽ. ഈ മാസം 30 വരെയാണ് ബെയ്ലിനെ കോടതി റിമാൻഡ് ചെയ്തത്. ഷാമിലി ക്രൂരമായി മർദ്ദിച്ചെന്നും പ്രകോപനമുണ്ടാക്കിയെന്നും ജാമ്യാപേക്ഷയിൽ ബെയ്ലിൻ ദാസ് പറഞ്ഞു. ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കും. മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ട് ബെയ്ലിനെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്തതിനു ശേഷം രാവിലെ ബെയ്ലിനെ കോടതിയിൽ ഹാജരാക്കി. ഷ്യാമിലിയാണ് പ്രകോപനമുണ്ടാക്കിയത്. ചെവിയിലേറ്റ മർദ്ദനം കേൾവിശക്തി തകരാറിലാക്കി. പുരികത്ത് നഖം കൊണ്ട് മുറിവുമുണ്ട്. പോലീസിന്റെ റിമാൻഡ് അപേക്ഷ എതിർത്തുകൊണ്ട് പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദങ്ങൾ ഇവയായിരുന്നു. എന്നാൽ ജൂനിയർ അഭിഭാഷകരോടുള്ള പ്രതിയുടെ സമീപനം വളരെ മോശമാണെന്ന് മുൻകാല സംഭവങ്ങൾ എടുത്തുകാട്ടി പ്രോസിക്യൂഷൻ വാദിച്ചു. ഗർഭിണിയായിരുന്ന സമയത്ത് പോലും ശ്യാമിലിയെ മർദ്ദിച്ചിരുന്നുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. കൈകൊണ്ട് മുഖത്തടിച്ചതിനും സ്ത്രീത്വത്തെ അപമാനിച്ചതിനുമായിരുന്നു ആദ്യം ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നത്. എന്നാൽ കവിളിലെ എല്ല് പൊട്ടിയതുകൂടി റിമാൻഡ് റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. ഇക്കാര്യങ്ങൾ പരിഗണിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ബെയിലിന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വാദം കേൾക്കും. അഭിഭാഷകയെ മർദ്ദിച്ച് 3-ാം ദിവസമാണ് പ്രതി അറസ്റ്റിലായത്. ഇത്രയും നാൾ അവർക്ക് സംരക്ഷണം ഒരുക്കിയവരെക്കുറിച്ചും അന്വേഷണം നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. തപാൽ വോട്ടുകൾ തിരുത്തിയെന്ന വെളിപ്പെടുത്തലിൽ മുൻമന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്ത് പോലീസ്. ആലപ്പുഴ സൌത്ത് പോലീസാണ് കേസെടുത്തത്. സുധാകരന്റെ വെളിപ്പെടുത്തൽ തള്ളി 89-ലെ CPM സ്ഥാനാർത്ഥിയായിരുന്ന KV ദേവദാസും രംഗത്തെത്തി. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും സുധാകരന്റെ പ്രസംഗം അത്ഭുതത്തോടെയാണ് കേട്ടതെന്നും ദേവദാസ് കൂട്ടിച്ചേർത്തു. പോസ്റ്റൽ ബാലറ്റിൽ കൃത്രിമം നടത്തിയെന്ന പ്രസ്താവന ജി സുധാകരൻ പിൻവലിച്ചെങ്കിലും പോലീസ് കേസെടുത്തു. ആലപ്പുഴ സൌത്ത് പോലീസിന് നിയമോപദേശം ലഭിച്ചതിന് പിന്നാലെയാണ് ജി സുധാകരനെതിരെ കേസെടുത്തത്. ജനപ്രാതിനിധ്യ നിയമത്തിലെ ബൂത്ത് പിടുത്തം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഇന്നലെ അമ്പലപ്പുഴ തഹസിൽദാർ സുധാകരന്റെ വീട്ടിലെത്തി മൊഴിയെടുത്തിരുന്നു. സുധാകരന്റെ വെളിപ്പെടുത്തൽ 1989-ലെ CPM സ്ഥാനാർത്ഥി KV ദേവദാസ് തള്ളി. മാധ്യമങ്ങളിലൂടെയുള്ള വാർത്ത കണ്ട് അത്ഭുതപ്പെട്ടു. അങ്ങനെ ഒരു കാര്യം പാർട്ടി നേതാക്കളോ പ്രവർത്തകരോ ചെയ്യില്ല. ജി സുധാകരൻ ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അട്ടിമറി നടന്നിട്ടില്ലെന്ന് ദേവദാസ് ഉറപ്പിച്ചു പറയുന്നു. അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിന് സുധാകരൻ കൂട്ടുനിൽക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സുധാകരൻ നല്ലൊരു പ്രവർത്തകനും സംഘാടകനുമായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി എന്നുള്ള രൂപത്തിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയിരക്കണക്കിന് പ്രവർത്തകരുടെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകിയ സുധാകരനാണ്. ജി സുധാകരന്റെ പ്രസംഗത്തെ തള്ളുമ്പോഴും അന്നത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സെക്രട്ടറിയായിരുന്ന ജി സുധാകരന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ലതേ പറയാനുള്ളൂ. വോട്ട് മറിക്കൽ പോലൊരു പ്രവൃത്തിക്ക് സുധാകരൻ കൂട്ടുനിൽക്കില്ല. NGO യൂണിയൻ പ്രവർത്തകർ വോട്ട് മാറ്റി ചെയ്യുമെന്ന് കരുതുന്നില്ല. സർവീസ് സംഘടനകൾ തന്റെ ഇടംബലം കൈകളായിരുന്നു. NGO യൂണിയൻകാര് വോട്ടാണ് ചോർച്ച എന്നുള്ള രൂപത്തിലൊക്കെ കണ്ടായിരുന്നു. അതിലും ഞാൻ വിശ്വസിക്കുന്നില്ല. അവരൊന്നും എനിക്കെതിരായി പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഇനി ആരെങ്കിലുമൊക്കെ ചെയ്തു കാണുമായിരിക്കും. പക്ഷെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയല്ലോ. അവരെല്ലാം എൻ്റെ സ്വന്തം സംഘടനയിലെ പോലെ തന്നെ അവരെയും കാണുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. ഇതിനിടെ സുധാകരനെ തള്ളി CPM സംസ്ഥാന സെക്രട്ടറിയും രംഗത്തെത്തി. പറഞ്ഞവർ നിയമ നടപടി നേരിടട്ടെ എന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നിയമ നടപടിക്ക് എന്തിനാണ് പാർട്ടി പിന്തുണ നൽകുന്നതെന്നും MV ഗോവിന്ദൻ ചോദിച്ചു. ആദ്യം പറഞ്ഞതിന് ശേഷം രണ്ടാമത് പറഞ്ഞു. അത് പിന്നെ ഞങ്ങൾ കേട്ടിട്ടില്ലേ? അവിടെ രണ്ടു നിൽക്കുകയാണ്, രണ്ടുപാടെ നിൽക്കുകയാണ്. അതിനോട് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യം? അദ്ദേഹം ഒന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു. രണ്ടും പറഞ്ഞിട്ടുണ്ട്.
കേസെടുക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അദ്ദേഹത്തെ പോലുള്ള ആളുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ച് പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം വന്നോട്ടെ എന്ന് അതൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകൾ തന്നെ അതൊക്കെ നേരിട്ടെ, വേറെ എന്ത് പറയാൻ പറ്റില്ല. രണ്ടാമത് അദ്ദേഹം പറഞ്ഞതാണ്, അതിലാണ് പാർട്ടിയുള്ളത്, പാർട്ടിക്ക് വേറൊന്നും പറയാനില്ല. കോന്നി MLA KU ജനീഷ് കുമാറുമായുള്ള പോരിൽ വനംവകുപ്പിനെ വെട്ടിലാക്കി കൂടുതൽ ദൃശ്യങ്ങൾ പുറത്ത്. 6 പേരെ കസ്റ്റഡിയിലെടുത്തെന്ന് റേഞ്ച് ഓഫീസർ തന്നെ പറയുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്ന വനംവകുപ്പിന്റെ വാദമാണ് ഇതോടെ പൊളിഞ്ഞത്. അതേസമയം വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയില്ലെന്നും കാട്ടാന ചെരിഞ്ഞ കേസിലെ അന്വേഷണം MLA തടസ്സപ്പെടുത്തിയെന്നുമാണ് ദക്ഷിണ മേഖല CCF വനം മന്ത്രിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. കുളത്തുമണ്ണിൽ കാട്ടാന ചരിഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ട് ആരെയും കസ്റ്റഡിയിലെടുത്തില്ലെന്നായിരുന്നു വനംവകുപ്പിന്റെ ആദ്യത്തെ ന്യായീകരണം. എന്നാൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തുവെന്ന് റേഞ്ച് ഓഫീസർ തന്നെ MLAയോട് സമ്മതിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് വനപാലകർ വെട്ടിലായത്. 11 പേരെ ഒരു നിയമവും പാലിക്കാതെ വണ്ടിയിൽ ചെന്ന് ഗുണ്ടകളെ കൊണ്ടുവരുന്ന പോലെ കൊണ്ടുവന്നു. ഒരു 6 പേരല്ല 11 പേരെ. സംഭവവുമായി ബന്ധപ്പെട്ട് വനപാലകർ പ്രദേശവാസികളെ കസ്റ്റഡിയിലെടുത്ത നടപടി നിയമപരമല്ലെന്ന MLAയുടെ വാദം ശരിവെക്കുന്നതാണ് പുറത്തുവന്ന ദൃശ്യങ്ങൾ. എന്നാൽ MLAയും പോലീസും കസ്റ്റഡിയിലുള്ള ആളെ ബലമായി ഇറക്കിക്കൊണ്ടുപോയെന്നും കേസന്വേഷണം തടസ്സപ്പെടുത്തിയെന്നുമാണ് ദക്ഷിണമേഖല CCF വനമന്ത്രിക്ക് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. വനംവകുപ്പ് നേരത്തെ കസ്റ്റഡിയിലെടുത്ത 6 പേർ വനംവകുപ്പിനെതിരെ കൂടുതൽ പോലീസിൽ പരാതി നൽകി. അന്യായമായി കരുതൽ തടങ്കലിലാക്കിയെന്നാരോപിച്ചാണ് പരാതി. വനംവകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് CPMന്റെ നേതൃത്വത്തിൽ കോന്നി DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു. ന്യൂസ് 18 പത്തനംതിട്ട. വനം വകുപ്പിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വനം ഉദ്യോഗസ്ഥരുടെ തെറ്റായ പ്രവണതകൾ ആശങ്കയുണ്ടാക്കുന്നു. സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വിശദീകരിച്ച ഒരു കാര്യം മാത്രമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആലപ്പുഴയിൽ കോളറ ബാധിതനായി ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. തലവടി സ്വദേശി PG രഘുവാണ് മരിച്ചത്. കിഡ്നി സംബന്ധമായ മറ്റു രോഗങ്ങളും രഘുവിന് ഉണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. ഇന്ന് പുലർച്ചെ 1:30 തിരുവല്ലയിലെ ബിലിവേഴ്സ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഗുരുതരാവസ്ഥയിലായിരുന്ന രഘു വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തിയത്. വൃക്കരോഗമടക്കം രഘുവിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. 3 ദിവസങ്ങൾക്ക് മുൻപാണ് രോഗം സ്ഥിരീകരിച്ചത്. രഘുവിന്റെ വീടിന്റെ പരിസരത്തെ കിണറുകളിൽ നിന്നും ആരോഗ്യവകുപ്പ് കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചുവെങ്കിലും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല. ഡ്രൈവറായി ജോലി ചെയ്യുകയായിരുന്ന രഘുവിന് ദിവസങ്ങൾക്ക് മുൻപാണ് വയറിളക്കവും ഛർദിയും അനുഭവപ്പെട്ടത്. തുടർന്ന് തിരുവല്ലയിലെ ആശുപത്രിയിൽ എത്തിച്ചു നടത്തിയ പരിശോധനയിലാണ് കോളറ സ്ഥിരീകരിച്ചത്. 12 വർഷത്തിനു ശേഷമാണ് കുട്ടനാട് മേഖലയിൽ കോളറ കണ്ടെത്തുന്നത്. തലവടി പഞ്ചായത്തിൽ കോളറ രോഗബാധ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പും പഞ്ചായത്തും ചേർന്നുള്ള പ്രതിരോധ പ്രവർത്തനം ശക്തമാക്കി. ന്യൂസ് 18 ആലപ്പുഴ. മലപ്പുറം കാളികാവ് ടാപ്പിംഗ് തൊഴിലാളിയെ കൊന്ന കടുവയ്ക്ക് വേണ്ടിയുള്ള ദൌത്യം പുരോഗമിക്കുന്നു. റബ്ബർ എസ്റ്റേറ്റിൽ കാടിനോട് ചേർന്ന് 2 ഇടങ്ങളിൽ കൂട് സ്ഥാപിച്ചു. കടുവയെ കണ്ടെത്തുകയാണ് ആദ്യഘട്ടമെന്നും ദൌത്യം ഏറെ ദിവസം നീണ്ടേക്കുമെന്നും ഡോക്ടർ അരുൺ സക്കറിയ ന്യൂസ് 18നോട് പറഞ്ഞു. വനം മന്ത്രിയെ കയ്യും കാലും കെട്ടി കടുവ കൂട്ടിലിടണമെന്ന് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് അധിക്ഷേപിച്ചു. കാട്ടിൽ കടുവ വരാൻ സാധ്യതയുള്ള 2 ഇടങ്ങളിലാണ് വനംവകുപ്പ് ഇപ്പോൾ കൂട് സ്ഥാപിച്ചിട്ടുള്ളത്. ഗഫൂറിന്റെ മൃതദേഹം കണ്ടെത്തിയിടത്തും വന്യജീവികൾ വെള്ളം കുടിക്കാൻ സാധ്യതയുള്ള മേഖലയിലുമാണ് കൂടുകൾ. കാട്ടിൽ സ്ഥാപിച്ച ക്യാമറകളിൽ കടുവയുടെ ചിത്രം ഇതുവരെ പതിഞ്ഞിട്ടില്ല. കടുവയെ കണ്ടെത്തുകയാണ് ആദ്യ ലക്ഷ്യം. കുങ്കിയാനകളും തെർമൽ ഡ്രോണുകളും ദൌത്യത്തിൽ നിർണായകമാണെന്നും ദൌത്യം ഏറെ ദിവസം നീളാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടർ അരുൺ സക്കറിയ ന്യൂസ് 18നോട് പറഞ്ഞു. കടുവ ഉണ്ടാവാനുള്ള സാധ്യത ഏരിയയിൽ കംപ്ലീറ്റ് തെരച്ചിൽ നടത്തും. അതിനിടയ്ക്ക് ചാൻസ് എൻകൗണ്ടർ വരികയാണെങ്കിൽ നമ്മൾ മയക്കൊടി വെക്കുകയും ചെയ്യും. ഇതിന് എവിടെയാണ് ഇവൻ്റെ ആക്ടിവിറ്റി എന്ന് അറിഞ്ഞു കഴിഞ്ഞ ശേഷം അവിടേക്ക് നമ്മൾ പ്രഷർ കൊടുക്കുക ചെയ്യും. ലോങ് ഓപ്പറേഷനാണ്. 28-29 ദിവസം വരെയൊക്കെ ചിലത് പോകാറുണ്ട്. കടുവയുടെ കാൽപാത അടയാളങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും കൂടുതൽ ദൌത്യസേനാംഗങ്ങളെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടെന്നും CCF ടീമുമായും വ്യക്തമാക്കി. ഇപ്പോൾ ഇന്ന് തെരച്ചിലിന് സമയത്ത് അവർക്ക് പഗ് മാർക്ക്, റാക്കിംഗ് മാർക്സ്, ഇതുള്ള ഒരു സൈൻ മാർക്സ് നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് നാരോ ഡൗൺ ചെയ്യാൻ കഴിയും. അതേസമയം കാളികാവ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ DCC പ്രസിഡന്റ് VS ജോയ് വനമന്ത്രിക്കെതിരെ അതിരൂക്ഷ അധിക്ഷേപവും പരിഹാസവുമാണ് നടത്തിയത്. മനുഷ്യൻ മരിക്കുമ്പോൾ ചിരിക്കുകയും മൃഗങ്ങൾ മരിക്കുമ്പോൾ കരയുകയും ചെയ്യുന്ന ഒരു കടൽ കിഴവനാണ് കേരളത്തിന്റെ വനം മന്ത്രി. അയാളുടെ കൈയും കാലും കെട്ടി ഈ കടുവ കൂട്ടിലേക്ക് ഇട്ടുകൊടുത്താലേ പ്രാണഭയം എന്ത്, ഈ നാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്ന അവസ്ഥ എന്ത് എന്ന് അയാൾക്ക് മനസ്സിലാകൂ. തെർമൽ ഡ്രോണുകൾ ഉപയോഗിച്ച് രാത്രികാലത്താവും പരിശോധന. കുങ്കിയാന കുഞ്ചുവിനൊപ്പം കോന്നി സുരേന്ദ്രൻ കൂടി ചേരുന്നതോടെ ദൌത്യത്തിന് കുറെ കൂടി വേഗം കൈവരികയും ചെയ്യും.
രാവും പകലുമില്ലാതെ മഞ്ഞും മഴയും കാര്യമാക്കാതെ കടുവയെ പിടികൂടാൻ സാധ്യമായതെല്ലാം ചെയ്യുകയാണ് വനം വകുപ്പ് ഇപ്പോൾ. ന്യൂസ് 18 മലപ്പുറം. നെടുമ്പാശ്ശേരിയിൽ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് കൊലപ്പെടുത്തിയ ഐവിൻ ജിജോയ്ക്ക് വിട നൽകി ജന്മനാട്. അങ്കമാലി തുറവൂർ സെയിന്റ് അഗസ്റ്റിൻ പള്ളി സെമിത്തേരിയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിലെ തർക്കത്തിനിടെയാണ് ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ കാറിടിച്ച് അതിദാരുണമായി കൊലപ്പെടുത്തിയത്. പ്രതികളെ അങ്കമാലി കോടതിയിൽ ഹാജരാക്കി CISF ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. നെടുമ്പാശ്ശേരിയിൽ CISFനെതിരായി ഉയർന്നുവന്ന പരാതികൾ പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ചുമതലയുള്ള AICC സെക്രട്ടറി ദീപാദാസ് മുൻഷിക്കെതിരെ സംസ്ഥാന കോൺഗ്രസിൽ പടയൊരുക്കം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഫോണിൽ ബന്ധപ്പെട്ട ഹൈക്കമാൻഡ് പ്രതിനിധികളോട് മുൻ PCC അധ്യക്ഷന്മാരടക്കം കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ദീപയെ മാറ്റണമെന്ന ആവശ്യം ഉന്നയിച്ചുവെന്നാണ് വിവരം. ദീപാദാസ് മുൻഷി ആരുടെയോ കയ്യിലെ കളിപ്പാവയാണെന്ന K സുധാകരന്റെ തുറന്നു പറച്ചിലിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിനെ വെട്ടിലാക്കി കൂടുതൽ നേതാക്കൾ നിലപാട് അറിയിച്ചത്. KPCC നേതൃമാറ്റം സംബന്ധിച്ച അവ്യക്തത നീക്കാൻ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ട് പ്രവർത്തക സമിതി അംഗങ്ങളായ AK ആന്റണി, ശശി തരൂർ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർക്ക് പുറമെ മുൻ PCC അധ്യക്ഷന്മാരായ VM സുധീരൻ, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, K മുരളീധരൻ തുടങ്ങിയവരും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തലപ്പത്ത് അഴിച്ചുപണി നടത്തിയാൽ പാർട്ടിയിൽ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും നിലപാട് അറിയിച്ചിരുന്നു. ഒപ്പം അധ്യക്ഷനെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കമാൻഡിന് ദീപാദാസ് മുൻഷി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ ആധികാരികതയിലും വിമർശനം ഉന്നയിച്ചതായാണ് വിവരം. അധ്യക്ഷമാറ്റം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ദീപാദാസിന്റെ റിപ്പോർട്ടിനെ സ്വാധീനിക്കാൻ സംസ്ഥാനത്തെ പ്രമുഖ കോൺഗ്രസ് നേതാവ് നേരിട്ട് ഇടപെടൽ നടത്തിയതായും മുതിർന്ന നേതാക്കൾ മല്ലികാർജ്ജുൻ ഖാർഗെയെ അറിയിച്ചതായാണ് സൂചന. സംഘടന സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുമ്പോഴും കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി തുടർച്ചയായി തലസ്ഥാന നഗരിയിലെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള ആഡംബര ഹോട്ടലിൽ മാത്രമേ താമസിക്കൂവെന്ന് ശാഠ്യം പിടിച്ചത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഒരു മുൻ PCC അധ്യക്ഷൻ ദേശീയ നേതൃത്വത്തോട് തുറന്നടിച്ചു. K സുധാകരനെ മാറ്റുന്നതിനേക്കാളേറെ നേതൃത്വത്തെ വെട്ടിലാക്കിയത് അധ്യക്ഷ സ്ഥാനത്തേക്ക് പകരം ചർച്ച ചെയ്യപ്പെട്ട പേരുകളാണെന്നും മുതിർന്ന നേതാക്കൾ രാഹുൽ ഗാന്ധി അറിയിച്ചു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് വേണ്ടി പാർട്ടിയെ സജ്ജമാക്കേണ്ട ഘട്ടത്തിൽ അനാവശ്യ വിവാദങ്ങൾക്ക് വഴിവെച്ചത് മതിയായ കൂടിയാലോചനകളില്ലാതെ തിടുക്കത്തിലെടുത്ത തീരുമാനങ്ങളാണെന്ന നിലപാടിലാണ് സംസ്ഥാനത്തെ ഭൂരിഭാഗം നേതാക്കളും. ഡാൻ കുര്യൻ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച IPL മത്സരങ്ങൾ നാളെ പുനരാരംഭിക്കും. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലാണ് നാളത്തെ മത്സരം. ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ 7:30 മത്സരം ആരംഭിക്കും. 17 മത്സരങ്ങളാണ് IPLൽ ഇനി നടക്കാനുള്ളത്. 6 വേദികളിലേക്കാണ് ടൂർണമെന്റ് ചുരുക്കിയത്. നികുതി കുടിശ്ശികയിൽ റിക്കവറി നടപടി പൂർത്തിയാക്കി സംസ്ഥാന GST വകുപ്പ്. 35 സ്ഥാപനങ്ങളിൽ നിന്ന് റിക്കവറി നടപടി പൂർത്തിയാക്കി കുടിശ്ശിക പിരിച്ചെടുത്തു. നികുതി കുടിശ്ശിക അടയ്ക്കാത്ത സ്ഥാപനങ്ങളിൽ നിന്ന് കുടിശ്ശിക ഈടാക്കാൻ നടപടി തുടരുമെന്നും അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 8,720 രൂപ, പവൻ 69,760 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,185 രൂപ, പവൻ 57,480 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോയ്ക്ക് 1,08,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. ഇനി പ്രാദേശിക വാർത്തകളുമായി സകലമാന കേരളം കാണാം. അനുശ്രീ ചേരും. എല്ലാം കഴിഞ്ഞു മാം. ഈ സ്പേസ് ഷിപ്പിൽ 6 എയർ ബാഗ്സ് ഉണ്ട്. അനുഭവിക്കൂ ഈ ലോകത്തിന് പുറത്തുള്ളൊരിടം. മാരുതി സുസുക്കി വാഗനാറിനൊപ്പം സ്പേസ് ഫോർ ലൈഫ്.